നമസ്കാരം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി വീടുകൾക്കും കെട്ടിട നിർമ്മാണത്തിനും തൊഴിൽ സെസ് എന്ന് പറഞ്ഞിട്ടുള്ള സെസ് അടക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് പല വീട്ടുകാർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും വലിയൊരു തുകയാണ് അടക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതിനാൽ ഈ ഒരു സെസ്സിനെ കുറിച്ച് അറിയാത്തവർ വളരെ വിഷമത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. ഒരുപാട് പേര് ഈ നോട്ടീസും കയ്യിൽ പിടിച്ച അന്താഴ് ചെരുപ്പാണ്. നോട്ടീസിൽ സെസ് സംബന്ധമായി ഏതാനും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ വിശ്വാസം വരാതെ പലരോടും പൂർണ്ണമായിട്ടും അറിയാതെ അതേക്കുറിച്ച് പരസ്പരം അന്വേഷിക്കുകയും സംശയം തീർക്കുകയുമാണ് ചെയ്യുന്നത് പലരും. അപ്പോൾ ഇതിൽ തൊഴിൽ സെസ് എന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കുന്നതിനായി കെട്ടിടം നിർമ്മിക്കുന്നവർ, കെട്ടിട ഉടമസ്ഥർ കെട്ടിട നിർമ്മാണ ചെലവിൻ്റെ 1% സെസ്സായി കൊടുക്കേണ്ടതുണ്ട്. ഈ തുക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള അവരുടെ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനായാണ് വിനിയോഗിക്കുന്നത്. 1995 നവംബറിന് മുമ്പ് നിർമ്മിച്ച വീടുകൾക്കും ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾക്കും ഇത് ബാധകമല്ല. അപ്പോൾ വീടിൻ്റെ നിർമ്മാണാനുമതി, ബിൽഡിംഗ് പെർമിറ്റ് 1990 ശേഷം ലഭിച്ചവർക്ക് ഇത് ബാധകമാണ്. ഗാർഹിക നിർമ്മാണത്തിന് മാത്രമല്ല വാണിജ്യ ആവശ്യത്തിനുള്ളവ ആയാലും സെസ് കൊടുത്തിരിക്കണം. സാധാരണഗതിയിൽ ഇത് വീട് നിർമ്മിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. പക്ഷേ എങ്കിലും ഇടക്കാലത്ത് പിരിക്കാതെ നിർത്തിവെച്ചുള്ള സെസ്സാണ് ഇപ്പോൾ സർക്കാർ കുടിശ്ശികയായി അടക്കം പിടിക്കുന്നതിനായി പൊടുന്നതിന് നടപടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 1996 ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് പ്രകാരം തൊഴിലാളി ക്ഷേമത്തിനുള്ള കേന്ദ്ര നിയമമാണ്. അതാണ് സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കാലോചിതമായി നടപ്പാക്കി അത് ജനങ്ങളിൽ നിന്ന് പിരിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ആരൊക്കെയാണ് സെസ് അടയ്ക്കേണ്ടത്? വീട് നിർമ്മിച്ചവർ അവരാണോ അടയ്ക്കേണ്ടത്, അതോ പിന്നീട് വീട് വിലക്ക് വാങ്ങി സ്വന്തമാക്കിയ ആൾ അടയ്ക്കേണ്ടതുണ്ടോ? സെസ് കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? തുക പെട്ടെന്ന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നടപടി എന്തായിരിക്കും? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയൊരു തുക അടക്കാനാണ് ഡിമാൻഡ് നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യായമായും അവർക്ക് ആകാംക്ഷയുണ്ടാവും. അപ്പോൾ ആദ്യമായി എന്താണ് തൊഴിൽ സെസ് എന്ന് പറയാം. വീടുകൾക്കോ കെട്ടിട നിർമ്മാണത്തിനോ തൊഴിൽ സെസ് അല്ലെങ്കിൽ ലേബർ സെസ് അടക്കുന്നത് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് 1996 നിയമപ്രകാരമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇത് ഒന്നും കൂടി പറയാം. അപ്പോൾ ഇത് കെട്ടിട നിർമ്മാണ ജോലികളിൽ പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സർക്കാർ ഈടാക്കുന്ന ഒരു നികുതിയാണ്. അപ്പോൾ ഈ നിയമപ്രകാരം ഏതൊരു നിർമ്മാണ പ്രവൃത്തിയുടെയും ചെലവ് 10 ലക്ഷം കവിഞ്ഞാൽ തൊഴിൽ സെസ് ബാധകമാവും. അപ്പോൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നീട് നടക്കുന്ന എക്സ്റ്റൻഷൻ, റിനോവേഷൻ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. അതുപോലെ 100 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വരുന്ന കെട്ടിടങ്ങൾ മൊത്തം നിർമ്മാണ ചെലവിൻ്റെ 1% ആണ് സാധാരണ സെസ്. അതായത് മൊത്തം നിർമ്മാണ ചെലവ് 20 ലക്ഷം കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ 1% 20,000 രൂപ അടക്കണം. 10 ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവ് വന്ന കെട്ടിടങ്ങളെയും 100 ചതുരശ്ര മീറ്ററിൽ കുറവുള്ള കെട്ടിടങ്ങളെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കാക്കുന്ന മാനദണ്ഡം എങ്ങനെയെന്നാൽ വീടിൻ്റെ പ്ലിന്ത് ഏരിയ, തറ വിസ്തീർണം, മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ തന്നെ ലേബർ ചാർജ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫിനിഷിംഗ് വർക്ക്സ് ഇതൊക്കെ മുതലായവയും വീട്ടിൻ്റെ കാലപ്പഴക്കവും ഒക്കെ കണക്കാക്കിയാണ് പ്രത്യേകം സ്ലാബ് തയ്യാറാകുന്നത്. അപ്പോൾ ഭൂമി വിലയും അതുപോലെ GST അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടില്ല. ഇപ്പോൾ കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ, നികുതി അടച്ചില്ലെങ്കിൽ മാസാമാസം 2% വെച്ച് ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി മറ്റൊരു പ്രധാന സംശയം ഉണ്ടാകാനിടയുള്ളത് മുൻ ഉടമസ്ഥരിൽ നിന്നും വാങ്ങിയ കെട്ടിടം പുതിയ ഉടമസ്ഥന് നോട്ടീസ് വന്നാൽ അയാൾ സെസ് അടക്കാൻ ബാധ്യസ്ഥനാണോ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരുപാട് ഡിസ്പ്യൂട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോടതിയിൽ കേസുണ്ട്. നിയമപ്രകാരം കെട്ടിടം നിർമ്മിക്കുന്നയാളാണ് സെസ് അടയ്ക്കേണ്ടത് എന്നതിനാൽ പ്രസ്തുത കെട്ടിടം മറ്റൊരാൾ വാങ്ങിയാൽ അയാൾക്ക് അടയ്ക്കേണ്ട ബാധ്യതയില്ല എന്നതാണ് ശരിയായ രീതി. എന്നാൽ വീട് കെട്ടിടം നിർമ്മിച്ചയാൾ മുമ്പ് അടച്ചില്ല എങ്കിൽ പുതിയ ഉടമസ്ഥനോട് അടക്കാൻ ആവശ്യപ്പെടാം എന്നുള്ളത് അത് വേറൊരു പ്രധാന വിഷയം കൂടിയാണ്. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണ് പഴയ ഓണറിൽ നിന്ന് സെസ് ഈടാക്കായിരുന്നത് എന്ന് വാദിച്ചാൽ ഉത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് മുട്ടിയേക്കും.
അതുകൊണ്ട് വീടിന് വൺ ടൈം സെസ് ഇതുവരെ അടച്ചില്ല എങ്കിൽ നിലവിലുള്ള ഓണർ ആരാണോ അയാൾ തീർച്ചയായും അടയ്ക്കേണ്ടതായി വരും. അതുപോലെ അപ്പാർട്ട്മെൻറ്റുകൾ, വില്ലകൾ എന്നിവയ്ക്കും നിർമ്മാണ കരാറുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ബിൽഡർ സെസ് അടക്കാതെ സെസ് അടക്കാതെ വന്നാൽ അത് പിന്നീട് വന്ന ഉടമകൾക്കും അസോസിയേഷനോ ഡിമാൻഡ് നോട്ടീസ് വരാം. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവലാതി അതിനെതിരെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, സെസ്സിനെതിരെ നിങ്ങൾക്ക് ന്യായമായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിനെതിരെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, അതായത് ജില്ലാ കേന്ദ്രത്തിലുള്ള ഡെപ്യൂട്ടി ഓഫീസർ, ലേബർ ഡെപ്യൂട്ടി ഓഫീസർ മുമ്പാകെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരായി ബോധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് നോട്ടീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കെട്ടിട ഉടമകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ നികുതി പണം ലേബർ വകുപ്പ് വഴി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് തൊഴിലാളികൾക്ക് അവരുടെ ആരോഗ്യ മെഡിക്കൽ സഹായമായും പെൻഷൻ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, ഇൻഷുറൻസ്, തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം എന്നിവയൊക്കെ നൽകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വീട് നിർമ്മിക്കുന്ന ഹൗസ് ഓണറിൽ നിന്നും അതുപോലെ ബിൽഡേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, പെർമിഷൻ എടുത്ത വ്യക്തികൾ എന്നിവരിൽ നിന്നെല്ലാം സർക്കാർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ മുഖേന സെസ് എന്ന പേരിൽ പിടിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും ഈ വീഡിയോ. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഈ വീഡിയോ കഴിയുന്നതും അയച്ചു കൊടുക്കുക, പരമാവധി അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണും. മലയാളത്തിലാണെങ്കിൽ പിന്തുടരുക എന്ന ബട്ടൺ കാണും. അത് അമർത്തിയാൽ മതി. കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ശേഷം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.